വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്രത്തിന്റെ അനുമതി. വിജ്ഞാപനം ഉടൻ ഉണ്ടാകും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതിയാണ് ഈ പദ്ധതിക്ക് അനുമതി നൽകിയത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയ പദ്ധതിയാണിത്. അതിന് കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് കിട്ടുകയാണ്. അപ്പോൾ തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഷഫീദ്? വിജയകുമാർ, ഈ കോഴിക്കോട് വയനാട് നിർദ്ദിഷ്ട 4 വരി തുരങ്കപാതയ്ക്കാണ് ഇപ്പോൾ കേന്ദ്ര അനുമതി നൽകിയിരിക്കുന്നത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതിയാണ് അനുമതി നൽകിയിട്ടുള്ളത്. മെയ് 14, 15 തീയതിയിൽ നടന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിലാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള ശുപാർശ നൽകിയത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന വിദഗ്ധ സമിതി മാർച്ചിൽ പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾ അന്തിമമായി അംഗീകരിക്കേണ്ട സംസ്ഥാന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റി അംഗങ്ങളുടെ കാലാവധി അവസാനിച്ചിരുന്നു. ഇതോടെയാണ് കേന്ദ്ര വിദഗ്ധ സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. 60 ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി അന്തിമ പാരിസ്ഥിതികാനുമതി നൽകിയിട്ടുള്ളത്. ഇതോടെ കരാർ ഒപ്പിട്ട് തുരങ്കപാതയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകും എന്നുള്ളതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നേട്ടം. ചില നിർദ്ദേശങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 60 ഉപാധികൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകിയിട്ടുണ്ട്. തുരങ്കപാതയുടെ നിർമ്മാണത്തിന്റെ ഖനന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഫോടനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ CSIR അതേപോലെ തന്നെ CMFR എന്നിവ നൽകിയിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും പാലിക്കാൻ പദ്ധതി നിർവാഹകർ ശ്രദ്ധിക്കണം. കൂടാതെ വൈബ്രേഷൻ, പ്രളയം, ഭൂമിശാസ്ത്രമായ പഠനങ്ങൾ എന്നിവയിലുള്ള നിർദ്ദേശങ്ങളും പാലിക്കണം. ഇവയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 6 മാസത്തിലൊരിക്കൽ പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറണം. 4 ഗ്രൗണ്ട് വൈബ്രേഷൻ മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കാനും നിർദ്ദേശമുണ്ട്. ഈ നിർമ്മാണ ജോലിക്കിടെ മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കമോ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായുള്ള സംവിധാനങ്ങളും ഒരുക്കണം എന്നുള്ളതും നിർദ്ദേശമായി പറയുന്നു. പശ്ചിമഘട്ട മലനിരകളിലൂടെ കടന്നുപോകുന്ന പാത ജൈവവൈദ്യ സമ്പന്നമാണ്. സംരക്ഷണ പട്ടികയിലുള്ള ബാണാസുര, ചിലപ്പനടക്കമുള്ള പക്ഷികളുടെയും അതേപോലെ വന്യമൃഗങ്ങളുടെയും സംരക്ഷണത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അപ്പൻകാപ്പ് ആനയുടെ നായുടെ സംരക്ഷണം, നിർദ്ദിഷ്ട പദ്ധതി പരിസ്ഥിതിലോല മേഖലയിൽ ഉൾപ്പെടുന്നതിനാൽ സ്ഥിരമായ നിരീക്ഷണം. കളക്ടർ ശുപാർശ ചെയ്യുന്ന 4 പേർ അടങ്ങുന്ന വിദഗ്ധ സമിതി രൂപീകരിക്കുക. നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ സുരക്ഷ ഒരുക്കുക. ഇരുവഴിഞ്ഞിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിൽ നിർമ്മാണം നടത്തുക. ടണലിന്റെ ഉള്ളിലെ വായുവിന്റെ ഗുണനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കുക തുടങ്ങിയ നിബന്ധനകളും നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു വലിയ മൂവ്മെന്റ്, ഒരു നേട്ടമായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര അനുമതി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. വിജയകുമാർ. ഷഫീദ്, 1500 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന 42 കിലോമീറ്റർ ഒരു പാത, അതിൽ 20 കിലോമീറ്ററായി അതിന്റെ ദൂരം, നിലവിൽ ഉള്ളതിന്റെ ദൂരം 20 കിലോമീറ്ററായി കുറയും. ആനക്കാംപൊയിലിനും മേപ്പാടിക്കും ഇടയിൽ ഉള്ള യാത്ര അത് എളുപ്പമാക്കുക, എല്ലാ കാലാവസ്ഥയിലും സുഗമമായി യാത്ര ചെയ്യുക, അങ്ങനെ ഒരു വലിയ പദ്ധതിയാണ്. കഴിഞ്ഞ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ഈ പദ്ധതിയെപ്പറ്റി വലിയ ചർച്ചകൾ സംസ്ഥാനത്ത് നടന്നതാണ്. അപ്പോൾ ആ ഉരുൾപൊട്ടലിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ആ പദ്ധതി നടപ്പിലാക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ചില കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. LDFിൽ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം പല പാർട്ടികൾക്കും ഉണ്ടായിരുന്നു. ചിലരൊക്കെ പരസ്യമായി അത് പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. ഇപ്പോഴിതാ കേന്ദ്രാനുമതി കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ പദ്ധതി, ഒരു വൻകിട പദ്ധതി നടപ്പിലാക്കാൻ അനുകൂലമായ സാഹചര്യം, നിയമപരമായ സാഹചര്യം ഒരുങ്ങുന്നു എന്ന് കരുതാം. അപ്പോൾ ടെൻഡർ നടപടികൾ ഉൾപ്പെടെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ അതിവേഗം കടക്കും എന്ന് കരുതാം, അല്ലേ? വിജയകുമാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി മാറിയത് ഈ പാരിസ്ഥിതിക അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതിൽ തന്നെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി, പലതരത്തിലുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ടുകൾ നമ്മൾ കേന്ദ്രത്തിന് അയച്ചിരുന്നു. മാത്രവുമല്ല, ഈ ഏപ്രിൽ 4 ചേർന്ന സമിതി യോഗം സംസ്ഥാനത്തിന്റെ ഭൗമഘടന, മണ്ണിടിച്ചിൽ, ജലപ്രവാഹം എന്നിവയെക്കുറിച്ച് നടത്തിയ പഠനങ്ങളുടെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് ഈ വിഷയത്തിൽ ഒരു അനുമതിയിലേക്ക് കടക്കുന്നത് എന്നുള്ളത് ഒരു സുപ്രധാനമായ നീക്കമാണ്. മാത്രവുമല്ല, ഇതിന്റെ മറ്റു വിവരങ്ങൾ വിജയകുമാർ നമുക്കറിയാം. ഈ പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലുള്ള തുരങ്കപാത നിർമ്മാണം നടക്കുക. പ്രത്യേകിച്ച് ഈ ഭോപ്പാൽ ആസ്ഥാനമാക്കിയ ദിലീപ് ബിൽക്കോൺ, അതേപോലെ കൊൽക്കത്ത ആസ്ഥാനമാക്കിയ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളാണ് ഈ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. 2134 കോടി രൂപ. അത് ഇതിന്റെ നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചിരുന്നു. അതിന്റെ ഈ പാരിസ്ഥിതികവുമായി ബന്ധപ്പെട്ട പഠനം അതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വകയിരുത്തിയത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു അനുമതി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകടന പത്രികയിലടക്കം ഉൾപ്പെടുത്തി എന്നുള്ളത് അത് വലിയ ചർച്ചയായി എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു നേട്ടമായി ഉയർത്തിക്കാട്ടും. കൂടാതെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
സംസ്ഥാനത്തിന്റെ സവിശേഷമായിട്ടുള്ള ഈ നമ്മളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത അടക്കമുള്ള കാര്യങ്ങൾ മാനിക്കണം എന്നുള്ളൊരു പ്രത്യേക നിർദ്ദേശം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രീയമായി കൂടി ഇത് വലിയ ചർച്ചയാകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വിജയകുമാർ.